1980 മുംബൈ ജുഹുവിലെ ഒരു ഉച്ചസമയം 200 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു കൊച്ചു കട അന്വേഷിച്ച് ഒരു മെഴ്സിഡസ് കാർ വരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ട് സ്ട്രീറ്റിലുള്ള എല്ലാവരും ഞെട്ടി. ഇന്ത്യയുടെ അഭിനയ കുലപതി അമിതാഭ് ബച്ചൻ. This wasn't Baskin Robbins, this wasn't Amul or any other premium brands. This was a shop with no ads, no marketing budget, but just few custard apple, mango pulp and one man's obsession on flavors. പിന്നീട് നടന്നത് വൺ ഓഫ് ഇന്ത്യസ് ഗ്രേറ്റസ്റ്റ് ബ്രാൻഡ് സ്റ്റോറീസ് എവർ ടോൾഡ്. ഒരു പഴക്കച്ചവടക്കാരന്റെ മകനായി കർണാടകയിൽ വളർന്നു വന്ന് HUL, ക്വാളിറ്റി, ബാസ്കിൻ റോബിൻസ്, അമൂൽ പോലെയുള്ള ഇന്ത്യയുടെ ഐസ്ക്രീം ഇൻഡസ്ട്രീസിലെ അധികായന്മാർക്ക് വരെ കട്ട കോമ്പറ്റീഷൻ കൊടുത്ത ഇന്ത്യയുടെ ഐസ്ക്രീം മാന്റെ കഥ. നോ ആഡ്സ്, നോ ഇൻവെസ്റ്റേഴ്സ്, നോ ബിസിനസ് ഐഡിയ, നോ MBA. പക്ഷേ ഒരു സഹസ്രകാലം നീണ്ടുനിന്ന ആ പടയോട്ടത്തിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ചത് 300 കോടിയിലധികം രൂപയുടെ വിറ്റുവരവ്. ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് നാച്ചുറൽസ് ഐസ്ക്രീം. അമിതാഭ് ബച്ചനെ വരെ തന്റെ കടയ്ക്ക് മുന്നിൽ എത്തിച്ച ഈ ബിസിനസ് തന്ത്രം എന്താണ്? ഒരു ബിസിനസ് മനസ്സിലുണ്ടെങ്കിൽ തിരിച്ചറിയണം നിങ്ങൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജീസിനെയും. 80കളിലെ തിരക്കു പിടിച്ച ചൂടുയരുന്ന മുംബൈ സിറ്റി. ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന ആഗ്രഹം തന്നെ വളരെ വിരളം. കാരണം ഐസ്ക്രീം പാർലർ എന്നൊരു കോൺസെപ്റ്റ് പോലും ഇല്ല. തണുത്ത എന്തെങ്കിലും കഴിക്കണമെങ്കിൽ തന്നെ അന്നുള്ളത് സിറപ്പി ഗോലാസും കുൽഫികളും മാത്രം. എന്നാൽ മോശമായ സോസിൽ നിന്നും എടുക്കുന്ന ഇത്തരം വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്ന കുൽഫികളും ഗോലാസും എല്ലാം ടൈഫോയിഡും കോളറയും ആളുകൾക്ക് സമ്മാനിച്ചു. അല്ലെങ്കിൽ തന്നെ വെജിറ്റബിൾ ഫാറ്റും കെമിക്കൽസും ചേർന്ന് അതിനെ വെറും തണുത്ത കട്ടയായി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെയാണ് കർണാടകക്കാരനായ ആ കൊച്ചു പയ്യൻ തന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം റിയൽ ആക്കുന്നത്. വൈ കാണ്ട് an ഐസ്ക്രീം ടേസ്റ്റ് ലൈക്ക് എ ഫ്രഷ് ഫ്രൂട്ട്? ഇന്ത്യ കണ്ട എക്കാലത്തെയും നാച്ചുറൽ ഐസ്ക്രീം, ദ നാച്ചുറൽ, ഫൗണ്ടഡ് ബൈ രഘുനന്ദൻ കാമത്ത്. 1980s മുംബൈ ജുഹുവിലെ ആദ്യ ഷോപ്പ്. വെറും 200 സ്ക്വയർ ഫീറ്റിൽ 4 ജോലിക്കാരെ വെച്ച് തുടങ്ങിയ എളിയ ആരംഭം. 3 ഇൻഗ്രീഡിയൻസ്: ഷുഗർ, മിൽക്ക് ആൻഡ് ഫ്രഷ് ഫ്രൂട്ട്സ്. പഴക്കച്ചവടക്കാരന്റെ മകനായതുകൊണ്ട് ഒരു മാമ്പഴം മണത്താൽ അദ്ദേഹത്തിന് അറിയാം അത് മധുരമുള്ളതാണോ എന്ന്. ഒരു സീതപ്പഴം തൊട്ടു നോക്കിയാൽ അദ്ദേഹം പറയും അതിന്റെ പൾപ്പ് ക്വാളിറ്റി. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ടോപ്പ് ബിസിനസ് സ്കൂളുകളിലെ ബിസിനസ് മാനേജ്മെന്റ് പേപ്പറിലെ ഒരു തിയറി. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം? അല്ലേയല്ല. തിരഞ്ഞെടുത്ത പഴങ്ങളും പാലും പഞ്ചസാരയും കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, പാവ് ഭാജിയാണ്. അപരിചിതമായ ഐസ്ക്രീം ഷോപ്പിലേക്ക് ആളുകൾ വരണമെങ്കിൽ പരിചിതമായ മറ്റെന്തെങ്കിലും ഉണ്ടാകണം. മുംബൈ പോലെ ഒരു നഗരത്തിൽ പാവ് ഭാജിക്കുള്ള ഡിമാൻഡ് നമുക്ക് ഊഹിക്കാമല്ലോ. ഹോട്ട് ആൻഡ് സ്പൈസി പാവ് ഭാജിക്ക് ഒടുവിൽ ഒരു സ്വീറ്റ് ബോണസ്, ഹിസ് നാച്ചുറൽസ് ഐസ്ക്രീം. പിന്നീട് അങ്ങോട്ട് പാവ് ഭാജി അന്വേഷിച്ച് ആരും വന്നില്ല. പകരം നാച്ചുറൽസിന്റെ നാച്ചുറൽ ഐസ്ക്രീമുകൾ അന്വേഷിച്ചാണ് ആളുകൾ എത്തിക്കൊണ്ടിരുന്നത്. ഇതാണ് മുൻപ് പറഞ്ഞ ആ തിയറി, സ്ട്രാറ്റജിക് കൺസ്യൂമർ ബിഹേവിയർ എഞ്ചിനീയറിംഗ്, ഓർ എൽസ് ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ആങ്കർ ഇന്നോവേറ്റ് അഡോപ്ഷൻ മോഡൽ. അതായത് ബിസിനസ്സിലെ പരിചയമുള്ള ഒരു പ്രൊഡക്റ്റിലൂടെ പരിചയമില്ലാത്ത ഒരു പ്രൊഡക്റ്റിനെ ആളുകളുടെ മനസ്സിൽ എത്തിക്കുന്ന ഒരു സ്ട്രാറ്റജി. ഇതിലൂടെ രഘുനന്ദൻ ജി നേടിയെടുത്തത് ഒരാഴ്ചക്കുള്ളിൽ 1000 ഐസ്ക്രീം ബോക്സസിന്റെ സെയിൽസ് ആണ്. അന്നൊരു നാളിൽ എന്നും ചെയ്യുന്നത് പോലെ ഐസ്ക്രീം വിറ്റുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കടയിലേക്കാണ് ആ കാർ വരുന്നത്. അമിതാഭ് ബച്ചന്റെ ആ വരവിലൂടെ ഇന്ത്യ അറിഞ്ഞു ദാറ്റ് നാച്ചുറൽസ് വാസ് എ നാഷണൽ സെൻസേഷൻ ഇൻ ഐസ്ക്രീം മേക്കിംഗ്. പിന്നീട് അങ്ങോട്ട് ജയ ബച്ചൻ, രാജ് കപൂർ തുടങ്ങി സെലിബ്രിറ്റീസിന്റെ നീണ്ട നിര. പല സെലിബ്രിറ്റീസും ഫ്രീ ആയി നാച്ചുറൽ ഐസ്ക്രീമിനെ നാഷണൽ മീഡിയാസിൽ എൻഡോസ് ചെയ്തു. പഴങ്ങളും പാലും മധുരവും പിന്നെ ഒരു മനുഷ്യന്റെ ഇൻസെയിൻ ഒബ്സഷനും. അവിടുന്ന് അങ്ങോട്ട് നാച്ചുറൽസിന്റെ കാലമായിരുന്നു. എന്നാൽ 1991 ലിബറലൈസേഷൻ പോളിസി ഈ കഥകളിൽ ചെറിയൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. അന്നുവരെ ഇന്ത്യൻ ബ്രാൻഡുകൾ മാത്രമുണ്ടായിരുന്ന ഈ മേഖലയിൽ ഫോറിൻ പാർട്ടിസിപ്പേഷൻ വന്നു. ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ അഡ്വർടൈസിംഗ് ബജറ്റ്, കളർഫുൾ പാക്കേജിംഗ് ആൻഡ് വൈഡ് വെറൈറ്റി ഫ്ലേവേഴ്സുമായി അമേരിക്കൻ ബ്രാൻഡായ ബാസ്കിൻ റോബിൻസ് 1993 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുന്നു. ആൻഡ് ദ സ്റ്റോറി ഈസ് ഗെറ്റിംഗ് ക്രേസി നൗ. ഇതേ അവസരത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG ബ്രാൻഡായ HUL, ക്വാളിറ്റിയുമായി ചേർന്ന് ഐസ്ക്രീം വിപണന ശൃംഖല വിപുലീകരിക്കുന്നു. രഘുനന്ദൻ ജിക്ക് രണ്ടാമത്തെ അടി തീർന്നില്ല. ഈ തട്ടകത്തിലേക്ക് 1997 അമൂൽ എന്ന ഇന്ത്യയുടെ സ്വന്തം ബ്രാൻഡ്, ആൻഡ് ദാറ്റ് ടു വിത്ത് ഹൈയസ്റ്റ് മാർക്കറ്റ് ട്രസ്റ്റ് ആസ് ഇറ്റ് വാസ് ദി കിങ് ഓഫ് വൈറ്റ് റെവല്യൂഷൻ. ഈ ബ്രഹ്മാണ്ഡ ബ്രാൻഡുകൾക്കെല്ലാം ഉണ്ടായിരുന്നു അഡ്വർടൈസിംഗ് ബജറ്റ്, ഗുഡ് കൺസൾട്ടേഷൻ സപ്പോർട്ട് ആൻഡ് ആൻ ഇൻക്രെഡിബിൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. നാച്ചുറൽ ഐസ്ക്രീം വാസ് റിയലി ഇൻ എ ടഫ് സീൻ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ആൻഡ് രഘുനന്ദൻ ജി ആബ്സല്യൂട്ട്ലി ഡിഡ് നത്തിങ്. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ വൻകിട ബ്രാൻഡുകൾക്ക് തീർച്ചയായും ഷെൽഫ് ലൈഫ് ഉള്ള ഐസ്ക്രീം വേണം മാനുഫാക്ചർ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എത്ര തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് യൂസ് ചെയ്താലും അത് കേടാകാതിരിക്കാനും 15 ദിവസത്തിനുള്ളിൽ തന്നെ കൺസ്യൂം ചെയ്യാനുമുള്ള കെമിക്കൽസും അതിൽ ആഡ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ അതിലെ വെജിറ്റബിൾ ഓയിലിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. FSSAI റൂൾ പ്രകാരം 10% മിൽക്ക് ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ ഐസ്ക്രീമായി കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് വെറും ഫ്രോസൺ ഡിസേർട്ട് ആണ്. മാത്രമല്ല ബാസ്കിൻ റോബിൻസ് പോലെയുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്ലേവറുകളിൽ കണ്ടുവരുന്ന കാരമലൈസ്ഡ് സോൾട്ടഡ് ഐസ്ക്രീം അന്നത്തെ ആളുകൾ ഒട്ടും സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നാച്ചുറൽസിന്റേത് ഒരു പക്ക ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കൂടാതെ ഓരോ ഏരിയാസിലും ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് കണ്ടുപിടിച്ച് അതുമാത്രം സപ്ലൈ ചെയ്യുന്ന ഒരു പ്രോപ്പർ ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം. അങ്ങനെ വെറും 200 സ്ക്വയർ ഫീറ്റ് റൂമിൽ നിന്നും 170 സെന്റേഴ്സ് ഉള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രോമിനന്റ് ആയ ഈ ബ്രാൻഡ് പറയുന്നു, ഡോണ്ട് എവർ ഫോളോ യുവർ കോമ്പറ്റീറ്റേഴ്സ് അൺലെസ് ഇഫ് ഇറ്റ് ഈസ് ഗിവിംഗ് എ വാല്യൂ ടു യുവർ ബിസിനസ്. ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ബി യുവർ സെൽഫ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ സച്ച് ഇൻസ്പിറേഷൻസ്. ബൈ ഫ്രം എൻട്രി കൊമേഴ്സ്.